നേഹ തുടങ്ങാം. മാഷെ തുടങ്ങാലോ അല്ലേ? തുടങ്ങാം കുട്ടി, വായിക്കുന്നു. നമസ്കാരം. ഒരു പുസ്തകം തുറക്കുമ്പോൾ ഒരു പുതിയ ലോകം തുറക്കപ്പെടുന്നു. വായന എന്നത് അക്ഷരങ്ങളെ കണ്ണിലൂടെ കടത്തിവിടുന്ന ഒരു പ്രവൃത്തി മാത്രമല്ല, മറിച്ച് അത് ചിന്തകളെ ഉണർത്തുന്ന, സ്വപ്നങ്ങൾക്ക് ചിറകു പകരുന്ന ഒരു യാത്രയാണ്. വായന ഭാഷയെ സമ്പന്നമാക്കുകയും വാക്കുകളെ ശക്തമാക്കുകയും വിശ്വാസത്തെ വളർത്തുകയും ചെയ്യുന്നു. SNM ട്രെയിനിങ് കോളേജ് ലിറ്റററി ക്ലബും ലൈബ്രറി റീഡേഴ്സ് ഫോറവും സംയുക്തമായി സംഘടിപ്പിക്കുന്ന വ്യാഴാഴ്ച വായനാഴ്ചയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹത്തോടെ സ്വീകരിക്കുന്നു. സ്വാഗതം ചെയ്ത് സംസാരിക്കുന്നതിനായി 2ാം വർഷ B.Ed വിദ്യാർത്ഥിനി ആതിര മനോജിനെ ക്ഷണിക്കുന്നു. അക്ഷരങ്ങൾ മരിക്കാത്തിടത്തോളം കാലം എൻ്റെ വായനയും മരിക്കില്ല. അക്ഷരങ്ങൾ എഴുതി തീരാത്തിടത്തോളം എൻ്റെ എഴുത്തും മരിക്കില്ല. വായനയുടെ മറ്റൊരു ദിനം കൂടി നമുക്ക് മുന്നിൽ ഇന്ന് തുറക്കപ്പെട്ടിരിക്കുന്നു. SNM ട്രെയിനിങ് കോളേജ് പ്രതിവാര പുസ്തക നിരൂപണമായ വ്യാഴാഴ്ച വായനാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായി നമ്മുടെ കോളേജ് പ്രിൻസിപ്പളും നമ്മുടെ എല്ലാ പരിപാടിയിലും സജീവ സാന്നിധ്യവുമായ പ്രിയങ്കരിയായ അധ്യാപിക ഡോക്ടർ സുസ്മിത മിസ്സിനെ ഏറെ ബഹുമാനത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രദ്ധേയനായ മലയാള നോവലിസ്റ്റും ചെറുകഥാകൃത്തും പത്രപ്രവർത്തകനുമായ GR ഇന്ദുഗോപൻ ഇന്ന് നമ്മുടെ ഈ പരിപാടിയിൽ എത്തിച്ചേരാമെന്ന് ഏറ്റിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിലും വളരെ ബഹുമാനത്തോടെയും സന്തോഷത്തോടെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. GR ഇന്ദുഗോപന്റെ വിലായത്ത് ബുദ്ധ എന്ന നോവൽ നിരൂപണം ചെയ്യുന്നത് 2ാം വർഷ B.Ed മലയാളം വിദ്യാർത്ഥിനി ലയന T ആണ്. ലയനയെ ഈ പരിപാടിയിലേക്ക് ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ പരിപാടിക്ക് വേണ്ടി നിരന്തരം പരിശ്രമിക്കുന്ന ടീച്ചർ കോർഡിനേറ്റേഴ്സായ കൃഷ്ണകുമാർ മാഷിനും ഹീര ടീച്ചറെയും ഏറെ സ്നേഹത്തോടെ ബഹുമാനത്തോടെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാ പുസ്തക പ്രേമികളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി ആതിര. അക്ഷരങ്ങൾ ചേർന്നപ്പോൾ വാക്കുകളായി, വാക്കുകൾ ചേർന്നപ്പോൾ ചിന്തകളായി, ചിന്തകൾ ചേർന്നപ്പോൾ ഒരു നല്ല മനുഷ്യനായി നമ്മെ രൂപപ്പെടുത്തുന്ന അത്ഭുത യാത്ര. പുതിയൊരു പുസ്തക യാത്രയിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നതിന് B.Ed 2ാം വർഷ മലയാളം വിദ്യാർത്ഥിനി ലയനയെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. നമസ്കാരം. GR ഇന്ദുഗോപന്റെ വിലായത്ത് ബുദ്ധ എന്ന പുസ്തകമാണ് ഞാൻ ഇന്നിവിടെ അവതരിപ്പിക്കുന്നത്. വിലായത്ത് ബുദ്ധ ഒരു കുഞ്ഞു പുസ്തകമാണ്. ആർക്കും ബുദ്ധിമുട്ടില്ലാതെ വായിക്കാവുന്ന, ഒറ്റയിരുപ്പിന് വായിച്ചു തീർക്കാൻ പറ്റുന്ന, ഒരു സിനിമ പോലെ നമ്മെ കണ്ണു ചിമ്മാതെ പിടിച്ചിരുത്തുന്ന ഒരു പുസ്തകം. GR ഇന്ദുഗോപന്റെ 4-5 ചെറുപ്പക്കാർ എന്ന പുസ്തകത്തെ അടിസ്ഥാനമാക്കി ഇറങ്ങിയ പൊന്മാൻ എന്ന സിനിമയോടുള്ള ഇഷ്ടം അതിൽ നിന്നും ആ എഴുത്തുകാരൻ്റെ തന്നെ വിലായത്ത് ബുദ്ധ എന്ന പുസ്തകത്തിലേക്കും എത്തിച്ചേരുകയാണ് ഉണ്ടായത്. ആരെയും നിരാശപ്പെടുത്തില്ല എന്ന് ഒരു 90% ഉറപ്പ് പറയാവുന്ന ഒരു പുസ്തകമാണിത്. സിനിമ ഇറങ്ങുന്നതിന് മുൻപുള്ള അല്ലെങ്കിൽ സിനിമ ഇറങ്ങുന്നതിനുള്ള ഒരുക്കങ്ങൾക്ക് മുമ്പുള്ള ഒരു പതിപ്പാണ് ഞാൻ വായിച്ചത്. കുറച്ച് കഥാപാത്രങ്ങൾ മാത്രമുള്ള ഒരു നാടിൻ്റെ ലോകത്തേക്ക് ഇന്ദുഗോപൻ എന്ന എഴുത്തുകാരൻ നമ്മെ പറിച്ചു നടുകയാണ്. ആ കഥാപാത്രങ്ങൾക്കൊപ്പം നിന്ന് അവരിൽ ഒരാളായി നാം കഥ വായിക്കുകയാണ്. പല രംഗങ്ങളിലും കയ്യടിച്ചും വിസിലടിച്ചും ചിലപ്പോഴൊക്കെ നമ്മെ കൗതുകത്തിൻ്റെ മുൾമുനയിൽ നിർത്തിച്ചും കഥ മുന്നോട്ടു പോകുന്നു. മറയൂരിലെ മലമുകളിലെ ഒരു ഗുരുവിൻ്റെയും ശിഷ്യൻ്റെയും യുദ്ധത്തിൻ്റെ കഥ നമുക്ക് മുന്നിൽ തുറന്നു കാണിക്കുകയാണ്. ചന്ദനമരങ്ങൾക്കും ശർക്കരയ്ക്കും പേരുകേട്ട ഒരു നാടാണ് മറയൂർ എന്ന് പറഞ്ഞാൽ. അവിടെയുള്ള സുഗന്ധത്താലും മധുരത്താലും അടയാളപ്പെടുത്തിയ ആ പ്രദേശത്ത് അവിചാരിതമായി ദുർഗന്ധപൂരിതമായി പോയ ഒരു മനുഷ്യൻ്റെ ജീവിതാനുഭവങ്ങളെ വരച്ചു കാട്ടുകയാണ് വിലായത്ത് ബുദ്ധ എന്ന ഈ പുസ്തകം. മനുഷ്യ ജീവിതത്തിൻ്റെ തലങ്ങളിലേക്ക് വായനക്കാരെ കൈപ്പിടിച്ച് നടത്തുകയാണ് ഇവിടെ നോവലിസ്റ്റ്. ഒറ്റയിരുപ്പിന് വായിച്ചു തീരാവുന്നത്ര രസകരവും കൗതുകകരവുമായ ഒരു പുസ്തകമാണിത്. ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് ഒരു സ്കൂൾ അധ്യാപകനും സാമൂഹിക പ്രവർത്തകനും പിന്നെ നാട്ടിലൊക്കെ തന്നെ എല്ലാവരാലും അറിയപ്പെടുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി കൂടിയായ ഭാസ്കരൻ മാഷാണ്. അദ്ദേഹം ആ നാട്ടിലെ
ആ നാട്ടിൽ ഒരു ദിവസം അവിടുത്തെ ഒരു തയ്യൽക്കാരനായ ഉതുപ്പാൻ്റെ വീട്ടിലേക്ക് പോവാണ്. ഇവിടെയാണ് നമ്മുടെ കഥ തുടങ്ങുന്നത്. ഈ ഉതുപ്പാൻ്റെ വീട്ടിലേക്ക് തൻ്റെ തയ്ച്ച് കിട്ടാനുള്ള വസ്ത്രം വാങ്ങാൻ വേണ്ടി നമ്മുടെ ഭാസ്കര മാഷ് പോവാണ്. ആ പോകുന്ന പോക്കിൽ അവിടെയാണ് ശരിക്കും നമ്മുടെ കഥയുടെ ഏറ്റവും രസകരമായ, ശരിക്കും തുടക്കത്തിൽ തന്നെ ഇന്ദുഗോപൻ എന്ന എഴുത്തുകാരൻ നമുക്കൊരു കഥയിലേക്ക് നമ്മളെ ശരിക്ക് പിടിച്ചങ്ങോട്ട് എറിഞ്ഞിടുകയാണെന്ന് നമുക്ക് പറയാം. ആ പോകുന്ന പോക്കിൽ ജീവിതത്തിൽ ആദ്യമായിട്ട് അദ്ദേഹം ഒരു ഷോർട്ട് കട്ട് എടുക്കുകയാണ്. ആ ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് ആ നാട്ടിലെ തന്നെ ദേശീയമായിട്ടുള്ള ചോലക്കര ചെമ്പകത്തിൻ്റെ വീടിൻ്റെ ബാക്ക് വശത്തൂടെയാണ്. പോകുന്ന പോക്കിൽ എന്താ നമ്മളെന്താ വിധി എന്ന് പറയട്ടെ, അല്ലെങ്കിൽ നാശം പിടിച്ച പോലെ എന്നൊക്കെ നമുക്ക് പറയാം. അങ്ങനെ ചോലക്കര ചെമ്പകത്തിൻ്റെ കക്കൂസിൻ്റെ സ്ലാബ് തകർന്ന് ആ തീട്ടക്കുഴിയിലേക്ക് ഭാസ്കരൻ മാഷ് വീഴുകയാണ്. അപ്പോൾ ഇതിങ്ങനെ നടക്കുന്ന സമയത്ത് അതേ സമയം നമ്മുടെ ഈ മാഷിനെ അന്വേഷിച്ചിട്ട് തിരഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള അനി ഇങ്ങനെ ഉതുപ്പാൻ്റെ വീട്ടിലൊക്കെ ചെല്ലുന്നുണ്ട് കേട്ടോ. ഈ ഉതുപ്പാൻ്റെ വീട്ടിലൊക്കെ പോയിട്ടുണ്ടോ, അച്ഛൻ അവിടെ എത്തിയിട്ടുണ്ടോ എന്ന് അന്വേഷിച്ച് പോകുന്നുണ്ട്. അപ്പോൾ ഉതുപ്പാൻ പറയുന്നുണ്ട് അവിടെ എത്തിയിട്ടില്ല, വേണമെങ്കിൽ നീ ഈ ഡ്രസ്സ് നീ കൊണ്ടുപോയിക്കോ എന്തായാലും എന്നൊക്കെ പറഞ്ഞ് അയക്കുന്നുണ്ട്. അങ്ങനെ ഈ ഡ്രസ്സൊക്കെ വാങ്ങിയിട്ട് ഈ അനി എന്ത് ചെയ്യുന്നു, പോകുന്ന പോക്കിൽ അനിയുടെ കുട്ടിക്കാലത്തെ ഒരു കൂട്ടുകാരിയാണ് ചെമ്പകത്തിൻ്റെ മകളായിട്ടുള്ള ചൈതന്യം. നമ്മളീ പറഞ്ഞ നാട്ടിൽ തന്നെ കുറച്ച് പ്രശസ്ത ആയിട്ടുള്ള ദേശീയമായിട്ടുള്ള ചോലക്കര ചെമ്പകത്തിൻ്റെ മകളാണ് ചൈതന്യം. ഈ ചൈതന്യത്തിൻ്റെ അടുത്തേക്ക് നമ്മുടെ ഭാസ്കരൻ മാഷിൻ്റെ മകനായ അനി ചെല്ലാണ്. പിന്നീട് അവരുടെ സംസാരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ സമയം ചെമ്പകൻ ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ, ഈ ചോലക്കര ചെമ്പകത്തിൻ്റെ മകളായിട്ടുള്ള ചൈതന്യം അവിടെ ഒരു ശർക്കര ഇങ്ങനെ ഉരുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ശർക്കര ഉരുട്ടുന്ന സമയത്ത് അവൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ ശർക്കരയ്ക്കകത്ത് ഓരോ ചന്ദനത്തിൻ്റെ കഷ്ണം ഇങ്ങനെ വയ്ക്കുന്നുണ്ട്. അപ്പോൾ എന്തിനാണെന്ന് ഈ അനി ഈ ഒരു കൗതുകത്തിൻ്റെ പുറത്ത് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഇത് ഇങ്ങനെ വെക്കുന്നതാണ്. അപ്പം ഇങ്ങനെ ചൈതന്യം പറയുന്നുണ്ട്, ഒരാളെ സഹായിക്കാനാണ്. അത് സഹായിക്കുന്ന ആളെന്ന് പറയുന്ന എനിക്കൊക്കെ അറിയാവുന്ന ഡബിൾ മോഹൻ എന്ന കഥാപാത്രമാണ്. അപ്പോൾ ഈ ഡബിൾ മോഹൻ, അതായത് ഇതിൽ ഈ ഒരു നോവലിലെ ഒരു പ്രധാന കഥാപാത്രമാണ് ഡബിൾ മോഹൻ. അപ്പോൾ ആ ഡബിൾ മോഹൻ എന്ന കഥാപാത്രത്തെ ആദ്യമായിട്ട് അങ്ങനെയാണ് കഥയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ചന്ദന കടത്തുകാരുടെ സംഘത്തിൽ കയറണം, അതിനുള്ളൊരു മാർഗമാണ് അത്രേ ഒരു ചന്ദനം വെട്ടിക്കണ്ടിച്ചിട്ട് മാർക്കറ്റിൽ എത്തിക്കുകയാണെങ്കിൽ, പോലീസ് പിടിക്കാതെ എത്തിക്കുകയാണെങ്കിൽ അത് സക്സസ് ആയി കഴിഞ്ഞാൽ അദ്ദേഹത്തെ എന്തായാലും സ്വാഭാവികമായിട്ട് ചന്ദന കൊള്ളക്കാരുടെ സംഘത്തിൽ കണ്ണി ചേർക്കും. അതിന് വേണ്ടിയിട്ടാണ് ചൈതന്യം ഈ കാര്യം ചെയ്യുന്നത്. അപ്പം ചൈതന്യം ഡബിൾ മോഹനും തമ്മിലൊരു സ്നേഹമൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ പുറത്താണ്, അതായത് ഒരു പ്രണയം ഉണ്ട് അവർ തമ്മിൽ. അതിൻ്റെ പുറത്താണ് ചൈതന്യം ഡബിൾ മോഹന് വേണ്ടി ഈ കാര്യമൊക്കെ ചെയ്തു കൊടുക്കുന്നത്. അങ്ങനെ അപ്പോൾ അതിന് കണ്ടെത്തിയ വഴിയാണ് ചൈതന്യം ഈ ശർക്കരേൻ്റെ ഉള്ളിൽ ഈ ചന്ദന കഷ്ണം വയ്ക്കാന്നുള്ളത്. അപ്പം ഇങ്ങനെ സംസാരിച്ചിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് തന്നെ ഈ ചെമ്പകത്തിൻ്റെ വീട്ടിന് പിറകിൽ നിന്ന് ഉറക്കൊരു അലർച്ച കേൾക്കുന്നത്. അപ്പോൾ ഈ അലറുന്നത് ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെമ്പകമാണ്. ഈ ചെമ്പകം അലറുമ്പോൾ ആദ്യം വിചാരിച്ചത് തൻ്റെ കക്കൂസിൻ്റെ കുഴിയിൽ വീണ ഒരു കരടിയാണ് തൻ്റെ മുന്നിൽ നിൽക്കുന്നതെന്നാണ്. അപ്പൊ ആ ഒരു കരടിയെ കണ്ട ഒരു ഭയത്തോടെയാണ് അലറി വിളിക്കുന്നത്. പക്ഷെ അതിനൊരു കാരണം കൂടെ ഉണ്ട്. കാരണം ഈ കുഴി കിടന്ന് ഈ നമുക്കറിയാം കക്കൂസിന്റെ സ്ലാബ് തകർന്നിട്ടാണ് ഭാസ്കര മാഷ് വീണിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആ കുഴിയിൽ കിടന്നിട്ട് ഈ മലമെല്ലാം ശരീരത്തിലായിട്ട് എഴുന്നേറ്റ് നിൽക്കുന്നത് കണ്ടാൽ ഭാസ്കര മാഷാന്ന് ആർക്കും തോന്നില്ല. അങ്ങനെ ഒരു കരടി കണക്കെയാണ് അദ്ദേഹം അവിടെ നിന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ സ്വാഭാവികമായിട്ട് ഈ അലർച്ച കേട്ട സമയത്ത് ജനങ്ങളൊക്കെ അവിടെ കൂടി. ഈ ജനങ്ങളൊക്കെ ഈ മാഷിനെ പൊതിഞ്ഞു എന്ന് നമുക്ക് പറയാം. പിന്നീട് ഭാസ്കരൻ മാഷാന്ന് അറിയുകയും JCB ഒക്കെ കൊണ്ടുവന്ന് അദ്ദേഹത്തെ ആ കുഴിയിൽ നിന്ന് കോരിയെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ മൊത്തത്തിൽ വല്ലാത്ത നാണക്കേടായി. ആ സമയം ആളുകളൊക്കെ കൂടി വിളിക്കുന്നുണ്ട്, പല സംഭവങ്ങളും നടക്കുന്നുണ്ട്. പിന്നീട് വലിയ രീതിയിൽ, അതായത് ഈ ഒരു സംഭവത്തിന് ശേഷം വലിയ മാറ്റങ്ങളാണ് നമുക്ക് കഥയിൽ കാണാൻ പറ്റുന്നത്.
പല സംഭവ വികാസങ്ങൾ തന്നെ കഥയിൽ നടക്കുകയാണ്. അദ്ദേഹം അന്ന് കാണാൻ പോയിട്ടുള്ള, അതായത് അദ്ദേഹം അന്ന് തൻ്റെ വസ്ത്രം തയ്ക്കാൻ കൊടുക്കാൻ ചെന്ന ഉതുപ്പാൻ വരെ ആ കഥയിൽ പിന്നീട് എന്താ പഞ്ചായത്ത് പ്രസിഡൻ്റായൊക്കെ മാറുന്നുണ്ട്. ഭാസ്കരൻ മാഷിന് നാട്ടിലാകെ നാണക്കേട് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം എന്താ എന്നിട്ട് രാഷ്ട്രീയ ജീവിതത്തിൽ നിന്നൊക്കെ മാറി നിൽക്കാൻ തീരുമാനം എടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ അദ്ദേഹത്തിന് വല്ലാത്ത മനോവിഷമം ഉണ്ടാകുകയും അപ്പോഴേക്ക് നാടാകെ അദ്ദേഹത്തിനൊരു പേര് വേണം. ആ പേരാണ് തീട്ടം ഭാസ്കരൻ. അത്രയും കാലം മറയൂരിലെ ജനങ്ങളുടെ തൂവെള്ള ഭാസ്കരനായിരുന്ന ഭാസ്കരൻ മാഷിന്റെ ജീവിതത്തിൽ പിന്നീട് മായ്ച്ചു കളയാനാവാത്ത ഒരു കറയായിട്ട് ആ പേര് മാറുകയാണ്. പക്ഷേ പിന്നെന്താ, വർഷങ്ങളൊക്കെ കടന്നു പോയിട്ടും അദ്ദേഹത്തിന് എന്താ ആ നാട്ടിലുള്ള ഇളയ ജനങ്ങൾക്ക് ഒരിക്കലും തീട്ടക്കുഴിയിൽ വീണ ഭാസ്കരന്റെ ദുർഗന്ധം മറക്കാനായില്ല. അതിനോട് മധുര പ്രതികാരം എന്ന വണ്ണം ഭാസ്കരൻ മാഷ് ഒരു തീരുമാനം എടുക്കുകയാണ്. ഇത്രത്തോളം നാണം കെട്ട്, അല്ലെങ്കിൽ അത്രമേൽ ഒരു പേരൊക്കെ ഉണ്ടായിരുന്ന, അത്രമേൽ ജനങ്ങൾ സ്നേഹിച്ചിരുന്ന, അല്ലെങ്കിൽ ജനങ്ങളുടെ ഇടയിൽ നല്ല പേരുണ്ടായിരുന്ന ആ ഒരു വ്യക്തി ഇത്രത്തോളം നാണം കെടുമ്പോൾ അദ്ദേഹം എന്തോ ഒരു എന്ത് ചെയ്യണം ജീവിതത്തിൽ ഇനിയെന്ന് അറിയാത്തൊരവസ്ഥയിലേക്ക് എത്താം. അങ്ങനെ ഒരു മധുര പ്രതികാരം എന്ന വണ്ണം ഭാസ്കരൻ മാഷ് എന്ത് ചെയ്യുന്ന വെച്ചാല്, തൻ്റെ വീട്ടുവളപ്പിൽ ഒരു ചന്ദനം വളർത്തിയിട്ട് ചന്ദനം വളർത്താണ്. അതെന്ന് പറഞ്ഞാൽ സാധാരണ ഒരു ചന്ദനം, നല്ല ഒത്ത ചന്ദനം തന്നെ. എന്നിട്ട് ഒരു തീരുമാനം എടുക്കുകയാണ്. തന്നെ ഇത്രത്തോളം കളിയാക്കിയ നാട്ടുകാരെ കാണിക്കെ താൻ മരിച്ചു കഴിയുമ്പോൾ ഈ ചന്ദനം മുറിച്ച് തന്നെ ദഹിപ്പിക്കണമെന്ന്. അതിങ്ങനെയാണ് കഥയില് പറയുന്നത്. ലേന ലേന ഒരു ദീപക് മിനിറ്റ്. ലേന, നമ്മുടെ മാഷ് മാഷ് ഇന്ദുഗോപൻ സാറ് വന്നിട്ടുണ്ടേ. കുറച്ച് തിരക്കിൻ്റെ ഉള്ളിൽ നിന്നാണ് സാറ് വന്നിട്ടുള്ളത്. സാറേ, ഓക്കെ സാറ് മാഷ്. കാത്തു നിൽക്കുന്നുണ്ടോ അതോ അവതരണം? സാറ് വന്നത് വലിയ സന്തോഷം. സാറ് പോയോ? സാറ് പോയല്ലോ. തുടർന്നു. നമസ്കാരം സാറേ, നമസ്കാരം. സാറിന്റെ മൈക്കോ ഓഫ് മൈക്ക്. ആണ്. ഹലോ, കേൾക്കാം? ഇപ്പൊ കേൾക്കാം? കേൾക്കാം സാർ, നന്നായി കേൾക്കാം സാർ. ഞാൻ നേരം ഉണ്ടാവത്തില്ല, ഞാനത് പറഞ്ഞായിരുന്നു. പിന്നെ ഞാനൊരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് എനിക്കൊന്ന് ഒന്ന് പുറത്തേക്ക് പോകേണ്ടതുണ്ടായിരുന്നു. ഇത് അവതരണം വരെ സാർ കാത്തു നിൽക്കണ്ട, സമയം ബുദ്ധിമുട്ടാവുമല്ലോ. അതെ. അപ്പൊ സാറ്, ഇപ്പൊ നമ്മളിത് എല്ലാ വ്യാഴാഴ്ചയും ഇങ്ങനെ ഒരു പുസ്തക ചർച്ചയുണ്ട്. ഇത്തവണ സാറിന്റെ പുസ്തകമാണ് വിലായത്ത് ബുദ്ധിയാണ്. സിനിമ വന്നതിന് ശേഷം കുറച്ച് നാളുകൾക്ക് ശേഷം മനഃപൂർവ്വം വെച്ചതാണ്, അങ്ങനെ നീട്ടി. സാർ ഇതിന്റെ ഒരു എഴുത്തനുഭവങ്ങളൊന്ന് മക്കളുമായിട്ടൊന്ന് സംവദിച്ചാൽ. ശരി. അപ്പൊ ആദ്യമായിട്ട് ഈ പുസ്തകം വായിക്കാൻ എടുത്ത അതിൽ വളരെ നന്ദി രേഖപ്പെടുത്തുന്നു. ഇത് എൻ്റെ എഴുത്തനുഭവം എന്ന് പറയുന്നത്, ഞാനിത് മലയാള മനോരമയിൽ ജോലിയിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ആദ്യമായിട്ട് എഴുതുന്ന ഒരു ലഘു നോവലാണിത്. മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലാണ് ഇത് അച്ചടിച്ച് വരുന്നത്. എനിക്ക് തോന്നുന്നത് 4 ലക്കങ്ങളായിട്ട്. അതിലെ ചിത്രീകരണങ്ങൾ, വരകൾ തന്നെയാണ് ഇപ്പോൾ ആ പുസ്തകത്തിലും ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നീട് അത് സച്ചി സിനിമയാക്കാനായിട്ട് വന്നു. നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന് സിനിമയാക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് ജയൻ നമ്പ്യാറാണ് അത് സിനിമയാക്കിയത്. അപ്പോൾ എഴുത്തനുഭവം എന്ന് പറയുന്നത്, ഞാനിതിനു മുമ്പ് ഒരു മറയൂർ കേന്ദ്രീകരിച്ചൊരു നോവൽ എഴുതാനായിട്ടുള്ള, ഒരു ബൃഹത് നോവൽ എഴുതാനായിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നതാണ്. പക്ഷേ അതിലേക്ക് പോകാനായിട്ട് കഴിഞ്ഞില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ സുഹൃത്ത് ഇങ്ങനെ ഒരു ത്രെഡ് എൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്നത്. അങ്ങനെ പിന്നെ ഞാൻ തുടങ്ങിയ ഒരു യാത്രയായിരുന്നു എൻ്റെ. അതായത് ആ പുസ്തകം വായിച്ചിട്ടുള്ള ആരെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവും. അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ ആമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ എഴുത്തിലേക്ക് വന്ന വഴികളെല്ലാം ആ പുസ്തകത്തിന്റെ ആമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അതിനെ സംബന്ധിച്ച്
സംസാരിക്കാം. എന്തെങ്കിലും ചോദ്യമോ ഉത്തരവോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഒരു 5 മിനിറ്റിനുള്ളിൽ എനിക്കൊന്ന് പോകണം. അതുകൊണ്ട് ചോദ്യങ്ങളുണ്ടെങ്കിൽ ഞാൻ മറുപടി പറയാം. അതായത് അവതരിപ്പിക്കുന്ന ലേനയ്ക്ക് തന്നെ എന്തെങ്കിലും ചോദിക്കാലോ? ലേന. സാർ ആദ്യം തന്നെ നന്ദി പറയാണ്. കാരണം ഒരു നമുക്ക് ആർക്കും സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കുഞ്ഞു പുസ്തകമാണ് വിലായത്ത് ബുദ്ധ. ശരിക്കൊരു സിനിമ കാണുന്ന പോലെ തന്നെ നമുക്ക് എന്ത് രസമായിട്ടാണ് ഓരോ പേജും നമുക്ക് കടന്നു പോകാൻ പറ്റുന്നത്. അപ്പം എനിക്കിപ്പം ഇതേ ചോദിക്കാനുള്ളൂ. സാറിന് എങ്ങനെയാണ് ഒരു പുസ്തകം ഇങ്ങനെ ഒരു സിനിമാറ്റിക് രീതിയിലുള്ള ഒരു എഴുത്തിലേക്ക് എത്തുന്നത്? അപ്പൊ ശരിക്കും ഒരു സിനിമ മനസ്സിൽ കണ്ടുകൊണ്ടാണോ, അല്ലെങ്കിൽ സാറിപ്പം നമുക്കറിയാം പൊന്മാൻ സിനിമയൊക്കെ എത്രത്തോളം ജനങ്ങളെ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലിപ്പോ 4-5 ചെറുപ്പക്കാരായിക്കോട്ടെ വിലായത്ത് ബുദ്ധയൊക്കെ തന്നെ ഇത്തരത്തിലൊരു എഴുത്തിലേക്ക് സാർ എത്തിപ്പെട്ടത് എങ്ങനെയാണെന്നൊന്ന് പങ്കുവെക്കാമോ? ഒന്ന് 2 കാര്യം കൊണ്ടാണ് അതിനകത്ത് കുറച്ചും കൂടെ ഒരു ദൃശ്യ രൂപത്തിലേക്ക് അനുഭവപ്പെടുന്നതിന്റെ കാരണം എന്ന് വെച്ചാല് ഒരു നമ്മുടെ തോട്ട്സിൽ അല്ലെങ്കിൽ എഴുതുന്നതിലുള്ള ഒരു ക്ലാരിറ്റി ഉണ്ടായി വരണമെന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി വെച്ചിട്ടാണ്. അതിന്റെ അർത്ഥം എന്ന് വെച്ചാല് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കുത്തിച്ചെലുത്താതിരിക്കാനായിട്ട് ശ്രമിക്കുക. ആവശ്യമില്ലാത്ത സാഹിത്യ വർണ്ണനകൾ ഒഴിവാക്കുക. അങ്ങനെയുള്ളൊരു ശൈലിയാണ് ഞാനിപ്പം സ്വീകരിച്ചിരിക്കുന്നത്. അത് എന്തുകൊണ്ടാന്ന് വെച്ചാല് നമ്മളെ ഒരുപാട് ആശയങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ എഴുതാനായിട്ടുള്ള അതുണ്ടായിരിക്കെ പിന്നെ വായനക്കാരുടെ സമയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവരുടെയും ആയുസ്സിൽ നിന്നുള്ളൊരു സമയം എടുത്തിട്ടാണല്ലോ നമ്മൾ ഈ പുസ്തകം എഴുതുന്നത്. അപ്പം അത് പരത്തി പറഞ്ഞ് ഇല്ലാതാക്കരുതെന്നുള്ളതുണ്ട്. അതുകൊണ്ടാണ് അത്തരത്തിൽ അനുഭവപ്പെടുന്നത്. അല്ലാതെ നമുക്കിപ്പോൾ ഒരു പുസ്തകങ്ങൾ ഒന്നും പിന്നെ അങ്ങനെ സിനിമ ആവുമോ എന്നുള്ള കണ്ടീഷനിലല്ല. അങ്ങനെയാണെങ്കിൽ അത് സ്വീകരിക്കപ്പെടത്തില്ല ഒരു ലോകങ്ങൾ. വായിക്കുന്ന വായനക്കാരന്റെ മുമ്പിലേക്കാണ് നോവൽ മുമ്പോട്ട് വയ്ക്കുന്നത്. അവിടെ അനുഭവവേദ്യമാവില്ല എന്നുണ്ടെങ്കിൽ ഇത് പാടാണ്. ഇപ്പം വിലായത്ത് ബുദ്ധ ആണെങ്കിൽ തന്നെ 10,000-15,000 കോപ്പിയോളം വിറ്റുപോകുന്നതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ കുറെ ആൾക്കാർക്ക് ഇത് ഇഷ്ടപ്പെട്ടു എന്നുള്ളതുകൊണ്ടാണല്ലോ. അപ്പൊ അതിൻ്റെ അകത്ത് ബേസിക് ആയിട്ടുള്ളൊരു സാഹിത്യ ഗുണമില്ലാതെ നമുക്കൊരു പുസ്തകം എഴുതാനായി പറ്റത്തില്ല. അതിന്റെ ചില ഘടകങ്ങൾ ഉപയോഗിച്ച് സിനിമയാക്കപ്പെടുന്നത് വേറൊരു സാഹചര്യമാണ്. ഇതാണ് ലേന എൻ്റെ അടുത്ത് എനിക്ക് പറയാനുള്ളത്. സാറിന്റെ പുസ്തകത്തിനെ കുറിച്ച് എഴുതിയിട്ടുള്ള സിജി നമ്മുടെ ഒരു പൂർവ്വ വിദ്യാർത്ഥിനിയാണ്. സിജി ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. സിജി ഒന്ന് സംസാരിക്കാമോ? സന്തോഷം. ഞാനിപ്പോഴാണ് ജോയിൻ ചെയ്തത്. ഹലോ, കേൾക്കാമോ? കേൾക്കാം സിജി. ആ, വളരെ സന്തോഷം. കുറെ നാളുകൾക്ക് ശേഷം സാറിന്റെ നേരിട്ട് സംസാരം കേൾക്കുകയാണ്. വളരെ സന്തോഷം. ഞാനിത് ഇപ്പോഴാണ് ജോയിൻ ചെയ്തത്. അതിന് മുമ്പ് എന്താ കഴിഞ്ഞെന്ന് കേട്ടില്ല. ഞാനത് കാരണം കൂടുതൽ ഇതിൽ സംസാരിക്കണില്ല. ബാക്കിയുള്ളവരൊന്ന് പറയണത് കേൾക്കാന്ന് വിചാരിക്കുന്നു. സാറിനോട് പ്രത്യേകം സ്നേഹം അറിയിക്കുന്നു. കുറെ നാളെ ശേഷം സിജി അതിനെക്കുറിച്ച് വളരെ നല്ലൊരു ലേഖനം അതിനെക്കുറിച്ചൊരു നല്ലൊരു പഠനം എൻ്റെ അടുത്ത് KV മണികണ്ഠനാണെന്ന് തോന്നുന്നല്ലേ അതിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഞാനത് ആ പുസ്തകത്തിന്റെ അകത്തേക്ക് ഉൾപ്പെടുത്തുകയായിരുന്നു. ഒരു വായനക്കാരി നമ്മുടെ കടന്നു വന്ന സമയത്ത് തന്നെ ഒരു വായനക്കാരുടെ റെപ്രസെന്റേറ്റീവ് എന്നുള്ള രീതിയിലും ഒരു നല്ല ഗ്രഹണശേഷിയുള്ള ഒരു വായനക്കാരുടെ റെപ്രസെന്റേറ്റീവ് എന്നുള്ള രീതിയിലും കൂടാണ് അതിൻ്റെ അകത്ത് വന്നത്. അത് വളരെ നന്നായി, വളരെ നന്ദി അതിൻ്റെ അകത്തുണ്ട് എനിക്ക്. എന്റെ ജീവിതത്തിൽ തന്നെ വലിയൊരു മോട്ടിവേഷൻ ആയിരുന്നു അത്. എനിക്കതൊരു ഭയങ്കര ഒരു ബൂസ്റ്റിംഗ് ആയിരുന്നു സാറ് അങ്ങനെ ഒരു അവസരം തന്നത്. പിന്നീട് എനിക്ക് കൂടുതൽ എഴുതാനും എല്ലാത്തിനും സാധിച്ചത് തിരക്കായിരുന്നു അത്.
ഇത് ചില മാഗസിൻസിലൊക്കെ അടുത്ത കാലത്ത് ഞാൻ ഒരു കണ്ടായിരുന്നു ഒരു പുസ്തക നിരൂപണം. 1, 2 ഞാൻ കണ്ടായിരുന്നു ഉവ്വ് ഇതിന്റെ. ഉവ്വ് ഉവ്വ്. ഞാന് ആ ഒരു ഭയങ്കര ഒരു ബൂസ്റ്റിംഗ് ആയിരുന്നു എനിക്കത്. അത് എന്നെ സംബന്ധിച്ച് അതിനു മുമ്പും അതിന് ശേഷം എന്ന് വേണമെങ്കിൽ ഞാൻ എന്നെ വിലയിരുത്തും. കാരണം എന്നെപ്പോലൊരു വീട്ടമ്മയും ടീച്ചറും ആയിട്ടുള്ള ഒരാൾക്ക് അത്ര ഒരു വലിയൊരു അംഗീകാരം തന്നെയാണ് എനിക്കത്. ആ പുസ്തകത്തിൽ എഴുതാൻ കിട്ടിയ ഒരു അവസരം എന്ന് പറയുന്നത്. വലിയ സന്തോഷം. ഇല്ലെങ്കിൽ വായനക്കാരില്ലെങ്കിൽ പിന്നെ എഴുത്തുകാരില്ലല്ലോ. അത് പറഞ്ഞ കണക്ക് അത് വിലയിരുത്തപ്പെടുക, വേറെ ആൾക്കാരുടെ മുമ്പിൽ ചെല്ലുക, അത് ഇമ്പോർട്ടന്റ് ആണ്. താങ്ക് യു. അതെ അതെ. വളരെ സന്തോഷം മാഷെ സാറേ. ഓക്കെ സാറ് കൃഷ്ണകുമാർ സാർ. ഓക്കെ. ലയ ടീച്ചർ ഉണ്ടല്ലേ? ആ കണ്ടു കണ്ടു. ഓക്കെ. ഞാൻ പെട്ടെന്ന് ഇന്നിപ്പോ ഒരു യാത്ര കലോത്സവം കഴിഞ്ഞ് എത്തിയുള്ളൂ. അപ്പൊ അതിന്റെ ഒരു തിരക്കിലായിരുന്നു. ഓക്കെ. സോറി. കേൾക്കുന്നില്ല ടീച്ചർ, കേൾക്കുന്നില്ല. മൈക്ക് മ്യൂട്ടാണ്. ഞാൻ ഒരു ചോദ്യം കൂടെ കഴിഞ്ഞിട്ട് ഞാനങ്ങ് പൊക്കോട്ടെ. നമ്മുടെ കൂട്ടുകാരൻ ഇവിടെ ഇരുന്ന് വളരെ ബഹളം വെക്കുന്നു പുറത്ത്. നമ്മുടെ ഈ പുസ്തകങ്ങളെ ടീച്ചർ എന്തോ പറയുന്നുണ്ട്. സോറി. ഞാൻ ഒരു യാത്ര ഇപ്പൊ ഒന്ന് ജസ്റ്റ് ഒന്ന് കയറിയുള്ളൂ. വഴിയിൽ കേട്ടോണ്ടിരിക്കുന്നു. ഒരുപാട് സന്തോഷം സാറേ. പിന്നെ സിനിമയെ കുറിച്ചാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഞാൻ അത് വളരെ ആസ്വദിച്ച് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സിനിമയായിരുന്നു. ഒരു 3 മണിക്കൂർ ഒറ്റ ഇരിപ്പിന് അങ്ങോട്ട് കണ്ടു തീർത്തു. അപ്പൊ അവസാന ഭാഗത്തിൽ കുറച്ചൊരു വ്യത്യാസം വന്നിട്ടുണ്ടല്ലോ പുസ്തകത്തിന്റെ ഇതിൽ നിന്ന്. അപ്പോ സാറിന്റെ പൊതുവെ എല്ലാ പുസ്തകങ്ങളും ഒരു സിനിമാറ്റിക് രീതിയിലാണ് എഴുതപ്പെടുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോ അത് ആ ഒരു ടൈപ്പ് ഓഫ് റൈറ്റിംഗ് എങ്ങനെയാണത് സാർ? അത് മനഃപൂർവ്വം അതിനിപ്പോ ഒരു അങ്ങനെ കൊണ്ടുവരുന്നത്? മറുപടി പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ അത് സിനിമാറ്റിക് ഇതല്ല. ഞാൻ പറഞ്ഞില്ലേ, നമ്മള് പുതിയ കാല ഒരു വായനക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഓവറായിട്ടൊരു സാഹിത്യം കുത്തിച്ചെലുത്തേണ്ടതില്ല എന്ന് വിചാരിക്കുന്നു. 2, നമ്മുടെ ഒരുപാട് ആശയങ്ങൾ ഇരിക്കുന്നു. അത് പുറത്തേക്ക് കൊണ്ടുവരാനുള്ള സാവകാശവും ആയുസ്സിലുള്ള സമയക്കുറവുകളും വളരെ ഉണ്ടെന്നുള്ളൊരു തോന്നൽ. ഇങ്ങനെയൊക്കെ വെച്ചിട്ടാണ് വളരെ ബൃഹത്തായി ചിലപ്പോൾ എഴുതാൻ കഴിയുന്ന ചില സാധനങ്ങൾ ചെറിയ പുസ്തകങ്ങളായി ചുരുങ്ങുന്നത്. അപ്പൊ അതിനകത്ത് ഈ പിന്നെ എഡിറ്റിംഗ് വരുമ്പോഴത്തേന്റെ ക്ലാരിറ്റി കൂടുന്നതാണ്. ഞാനൊരു എഡിറ്റർ ആയിരുന്നു ബേസിക്കലി. അപ്പോ അങ്ങനെ പോകുന്നതാണ് റീഡേഴ്സിനും അവർക്കും ഒക്കെ നല്ലതെന്നുള്ളൊരു ധാരണ വെച്ചിട്ടാണ് അങ്ങനെ. ഓക്കെ, താങ്ക് യു ഹീര. താങ്ക് യു. താങ്ക് യു സർ. സിനിമ അത്ര അധികം അങ്ങോട്ട് കളക്ട് ചെയ്തില്ല എന്നൊരു വലിയൊരു സങ്കടം ഉണ്ട്. കാരണം ആ എക്കോയുടെ ഒപ്പം ഇറങ്ങിയത് കൊണ്ടാണോ എന്ന് അറിയില്ല. പക്ഷെ എനിക്കിതായിരുന്നു കൂടുതൽ ഇഷ്ടപ്പെട്ട, സത്യം പറഞ്ഞ പേഴ്സണലി പുസ്തകത്തോടും. പിന്നെ അതിന് ചേർന്ന് തന്നെ ഈ പറഞ്ഞ പോലെ സിനിമ കണ്ടപ്പോ ഒരുപാട് ഉള്ളില് അല്ലാണ്ട് ഇഷ്ടപ്പെട്ടു സിനിമ. ഞാൻ കാണാൻ പലരോടും ഒക്കെ പറഞ്ഞിരുന്നു. പക്ഷെ എന്തോ ഒരു ടൈമിൽ അത്ര അങ്ങോട്ട് ഹൈപ്പ് വന്നില്ല. അതൊരു വിഷമം കൂടി ഉണ്ട് അതിൽ. ഓക്കെ സർ, താങ്ക് യു സോ മച്ച്. ഇത് വളരെ ഒരു അസുലഭ നിമിഷമാണ്. സാറിന് ഇങ്ങനെ കിട്ടാറില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ ഒന്നുകൂടെ ചോദിക്കാം കേട്ടോ. ചോദ്യം കൂടെ ഞാൻ ഞാൻ ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥിനിയാണ്, ഐശ്വര്യ. ഞാൻ 2025 ബി.എഡിന് ജോയിൻ ചെയ്തിട്ട് ആദ്യമായിട്ട് എനിക്ക് ഹീര മിസ് തന്നൊരു പുസ്തകമാണത്. നല്ല ബുക്കാണ്, വായിച്ചോളൂ എന്ന് പറഞ്ഞിട്ട്. അപ്പോ വായിക്കുന്നത് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ വായിച്ച് തീരാൻ പറ്റി എന്നുള്ളത് ഒരു കാര്യമാണ്. പെട്ടെന്ന് ഇങ്ങനെ നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റിയിരുന്നു. പിന്നെ എനിക്കൊരു അത്ഭുതം തോന്നിയെന്ന് വെച്ചാൽ അതേ വർഷം ഞാൻ മറയൂർ പോയി. അപ്പൊ ചന്ദനമരങ്ങളൊക്കെ കണ്ടപ്പോ എനിക്കിങ്ങനെ ആക്ച്വലി ആ ഒരു എന്താ പറയാ അന്തരീക്ഷമൊക്കെ ഒന്നും കൂടിയും കാണാൻ പറ്റിയപ്പോ ഞാൻ കഥേനെ വീണ്ടും ഓർത്തു എന്നുള്ളതാണ്. സർ, ചോദ്യം എന്താന്ന് വെച്ചാല് ഇപ്പൊ സ്ക്രീൻ റൈറ്റിംഗും ഷോർട്ട് സ്റ്റോറി റൈറ്റിംഗും തമ്മില് ഒരുപാട് വ്യത്യാസങ്ങളുണ്ടല്ലോ. ആ 2 എഴുത്ത് ശൈലികളിലും സാറ് സ്വിച്ച് ചെയ്യുമ്പോഴുണ്ടാവുന്ന വ്യത്യാസങ്ങള് അത് എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ആ 2 എഴുത്ത് ശൈലികളെ പറ്റിയും ഒന്ന് പറയാമോ? ഒന്ന് എന്ന് വെച്ചാൽ അതിന്റെ മൊത്തം കഥാഗതിയും ഇതും നമ്മുടെ ഒരാളിന്റെ നിയന്ത്രണത്തിലാണ്. മറ്റേത് എന്ന് പറയുന്ന ഒരാളിന്റെ നിയന്ത്രണത്തിലല്ല. പിന്നെ ഇതിന്റെ ടെക്നോളജി അതിനെ നിയന്ത്രിക്കും. കഥ പറച്ചിലിന്റെ ശൈലികൾ ദൃശ്യങ്ങളായി മാറിയതിനു ശേഷം അതിന്റെ അടുക്ക് പിന്നീട് നിശ്ചയിക്കേണ്ടി വരും. ചിലപ്പോൾ എഡിറ്റർ, സംവിധായകൻ, പല അവസ്ഥകൾ, ഇതൊക്കെ വെച്ചിട്ട് തന്നെ പുനർനിർണ്ണയിക്കും. അപ്പൊ കഥ
ഇത് ക്രാഫ്റ്റ് ഇതെല്ലാം നമ്മളുടേതല്ല. നമ്മളൊരു അതിന്റെ അകത്തുനിന്നുള്ള പ്രധാന ടെക്നീഷ്യന്മാരിൽ ഒരാൾ മാത്രമായിട്ട് പരിണമിക്കുകയാണ് സാധാരണഗതിയിൽ ഈ സ്ക്രീൻ റൈറ്റിങ്ങിൽ നമ്മൾ ചെല്ലുന്നത്. നമുക്ക് എങ്കിലും നമ്മുടെ റൈറ്റിങ്ങിൽ നമുക്കൊരു കയ്യൊപ്പ് വരാനുള്ള കുറെ സാധ്യതകളുണ്ട്. ഉദാഹരണത്തിന് അതൊരു നമുക്കൊരു ഒരാൾ വായനക്കാരൻ അയാളുടെ മനസ്സുമായിട്ടുള്ള ഒരു ഋതമല്ല മറ്റതിലേക്കുള്ളത്. ലേന തുടങ്ങിക്കോ. തുടരാം. അപ്പോൾ കഥയുടെ ഒരു ഭാഗം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതായത് നമ്മൾ തുടക്കത്തിലെ പറഞ്ഞ പോലെ മലമുകളിലെ ഒരു ശിഷ്യനും ഗുരുവും തമ്മിലുള്ള ഒരു സംഘർഷത്തിൻ്റെ കഥയാണ് ഈ വിലായത്ത് ബുദ്ധ എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഈ തൂവള ഭാസ്കരൻ എന്ന് പറഞ്ഞിട്ടുള്ള ഭാസ്കരൻ മാഷിൻ്റെ ജീവിതത്തിലൊരു മോശം അനുഭവം ഉണ്ടാവുകയും അദ്ദേഹത്തിന് പിന്നീട് നാടാകെ തീട്ടം ഭാസ്കരൻ എന്നുള്ളൊരു പേര് വരികയാണ്. അപ്പം അത് കഴിഞ്ഞു നാട്ടുകാർ അദ്ദേഹം ഒരു തീരുമാനം എടുക്കുകയാണ്. ഇത്രത്തോളം തന്നെ നാണം കെടുത്തിയ നാട്ടുകാരുടെ മുന്നിൽ മധുര പ്രതികാരം എന്ന വണ്ണം ഒരു ചന്ദനം വീട്ടുവളപ്പിൽ വളർത്തിയിട്ട് ആ ചന്ദനം താൻ മരിച്ചു കഴിയുമ്പോൾ ആ ചന്ദനം കത്തിച്ചുകൊണ്ട് തന്നെ ദഹിപ്പിക്കണം എന്നുള്ള തീരുമാനം എടുക്കുകയാണ്. അതിന് ശേഷമുള്ള കാര്യങ്ങൾ പറയാം. അപ്പം അദ്ദേഹം എങ്ങനെയാ പറയുന്നത്: തീട്ടത്തിൽ കിടന്ന എന്നെ നോക്കി ആർപ്പ് വിളിച്ചവരുടെ പ്രതിനിധിയാ ഇപ്പോൾ എനിക്ക് ഈ ചന്ദനം. അതിനെ ഞാൻ വെട്ടും. ഒടുക്ക എന്നെ ദഹിപ്പിക്കുമ്പോൾ ഈ ചന്ദനം എൻ്റെ ഒപ്പം എരിയും. അതായത് തീട്ടം ഭാസ്കരൻ ദഹിക്കുമ്പോൾ എല്ലാവരും ദുർഗന്ധം പ്രതീക്ഷിച്ച് നിൽക്കുമ്പോൾ ചന്ദനത്തിൻ്റെ മണം വരും. വരണം. ജീവിച്ചിരിക്കെ എന്നെ പരമാവധി നാട്ടിച്ചിട്ടും ഞാൻ സുഗന്ധമാണെന്ന് നാട്ടുകാർക്ക് മനസ്സിലാകണമെടോ. എൻ്റെ മരണമെങ്കിലും ഒന്ന് മണക്കട്ടെടോ എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ സ്വന്തം മരണം കൊണ്ട് തന്നെ കളിയാക്കിയവരുടെ മുന്നിൽ ജയിക്കാൻ ഒരുങ്ങുകയാണ് ഭാസ്കരൻ മാഷ്. അതിനുവേണ്ടി തൻ്റെ വീട്ടുമുറ്റത്തെ ചന്ദനത്തെ പൊന്നുപോലെ വളർത്തി വലുതാക്കി കൊണ്ടുവരികയാണ്. അവിടേക്കാണ് അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ചുകൊണ്ട് ഡബിൾ മോഹനൻ കടന്നു വരുന്നത്. ചന്ദനക്കൊള്ളക്കാരനായ ഡബിൾ മോഹനൻ ഭാസ്കരൻ്റെ ചന്ദനത്തെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുകയാണ്. മോഹനൻ ഭാസ്കരൻ മാഷിൻ്റെ ചന്ദനം കണ്ടിട്ട് അത്ഭുതപ്പെടുന്നു. വിലായത്ത് ബുദ്ധ എന്ന് വിളിക്കുന്നു. ഈ വിലായത്ത് ബുദ്ധ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചന്ദനക്കടത്തുകാരുടെ ഇടയിലൊക്കെ ഒരു കോഡ് ഭാഷയാണ്. അങ്ങനെ വിളിക്കുന്ന എന്തിനാന്ന് വെച്ചാൽ 1,00,000 മാത്രം കാണുന്ന ഒരു ചന്ദനം. അതായത് അത്രത്തോളം ആ ചന്ദന മരങ്ങളിൽ അത്യുന്നതമായിട്ടുള്ള ഒന്നായ ചന്ദന മരത്തെയാണ് വിലായത്ത് ബുദ്ധ എന്ന് വിളിക്കുന്നത്. ഇതിനെ ഡബിൾ മോഹനൻ ബുദ്ധനെ പോലെയാണ് കഥയിൽ കാണുന്നത്.
അതിനെ വലം വെച്ചിട്ട് ഡബിൾ മോഹനൻ ബുദ്ധം ശരണം ഗച്ഛാമി എന്നൊക്കെയുള്ള ഒരു മന്ത്രമൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്കിങ്ങനെ ആ സംഭാഷണങ്ങളൊക്കെ ഇങ്ങനെ വായിക്കുമ്പോൾ നമുക്ക് ശരിക്കും അടുത്തത് എന്താണ് എന്നുള്ളൊരു രസം കിട്ടും കേട്ടോ ഈ പുസ്തകത്തിൽ. അയാൾ അത് പറയാൻ ഒരു കാരണമുണ്ട്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചന്ദന മരത്തിന്റെ ഓരോ കണികയിലും ഡബിൾ മോഹനൻ ബുദ്ധനെയാണ് കാണുന്നത്. അതിന്റെ ഭാവി ഷാങ്ഹായിൽ ചെന്ന് ബുദ്ധ വിഗ്രഹമായി പതിറ്റാണ്ടുകളോളം മനുഷ്യർ ആരാധിക്കണമെന്ന് മനക്കോട്ട കെട്ടുകയാണ് അയാൾ. പിന്നീട് ഈ ചന്ദനത്തെ ചുറ്റിപ്പറ്റിയുള്ള ഈ രണ്ട് കഥാപാത്രങ്ങളുടെ ആവലാതികളും തുടർന്നുള്ള സംഘർഷം നിറഞ്ഞ രംഗങ്ങളൊക്കെയാണ്. താൻ ഈ ചന്ദനവും കൊണ്ടേ പോകൂ എന്ന് ഡബിൾ മോഹനവും എന്നാൽ ഒരു കാരണവശാലും നൽകില്ല എന്ന മട്ടിൽ ഭാസ്കരൻ മാഷും അമ്പിനും വില്ലിനും അടുക്കാത്തൊരവസ്ഥയാണ് നമ്മൾ കാണുന്നത്. പിന്നീട് ഭാസ്കരൻ ചന്ദനത്തിന് കാവൽ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം നമ്മുടെ ഡബിൾ മോഹനൻ ആ വഴി വരികയും ഭാസ്കരൻ മാഷ്, അതായത് ഡബിൾ മോഹനൻ വരുന്ന സത്യത്തിൽ ചന്ദനം മുറിച്ച് കൊണ്ടുപോകാനായിരുന്നില്ല. പക്ഷേ ഈ ഭാസ്കരൻ മാഷ് ആയിക്കോട്ടെ അവൻ്റെ ഉദ്ദേശശുദ്ധി മനസ്സിലാക്കാതെ ഈ ഡബിൾ മോഹനനെ വെടിവെക്കുകയാണ്. അങ്ങനെ ഡബിൾ മോഹൻ എന്താ ഈ വെടിയേറ്റ് ഹോസ്പിറ്റലിലൊക്കെ ആവുന്നുണ്ട്. പക്ഷേ ആ സമയമൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മോഹനന് തൻ്റെ മനസ്സൊക്കെ മാറി തൻ്റെ മോശപ്പെട്ട ജീവിതത്തേക്ക് നന്നാക്കാൻ ശ്രമിച്ചു കൊണ്ട് വരുന്ന ഒരു സമയമായിരുന്നു. പക്ഷേ അവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡബിൾ മോഹനൻ തൻ്റെ ദൂഷ്യ വശങ്ങളെല്ലാം മാറ്റി പുതിയ മനുഷ്യനാകാൻ ശ്രമിക്കുന്നതിൽ അവൻ്റെ പ്രണയിനിയായിട്ടുള്ള ചോലക്കര ചെമ്പകത്തിൻ്റെ മകള് ചൈതന്യത്തിന് അത്രയ്ക്ക് അങ്ങോട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ പല കാര്യങ്ങൾ കഥയിൽ പറഞ്ഞു പോകുന്നുണ്ട്. ഭാസ്കരൻ മാഷും ഡബിൾ മോഹനും തമ്മിലുള്ള കുഞ്ഞുനാളിലെ ബന്ധമൊക്കെ ഇങ്ങനെ എഴുത്തുകാരന് ചിലയിടങ്ങളിൽ നമുക്ക് മുന്നിൽ തുറന്നു കാണിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു കടത്തുകാരനാവാൻ നമ്മുടെ ഡബിൾ മോഹനും കാരണമായത് കൂടെ ഭാസ്കരൻ മാഷാണെന്ന് പറയുന്നുണ്ട്. ഇവര് തമ്മിലുള്ള നിലവിലെ സംഘർഷത്തിന്റെ ആഴം അതിലൂടെ എഴുത്തുകാരൻ കൂടുതൽ ഊട്ടിയുറപ്പിക്കുകയാണ്. കഥയിലെ ഒരു ഭാഗത്ത് ഇക്രൂരൻ എന്ന് പിള്ളേര് കളിയാക്കി വിളിച്ചിരുന്ന അവിടെ എല്ലാം ശാപം ഏറ്റുവാങ്ങിയ ഒരു ഭാസ്കരൻ മാഷിനെ നമുക്ക് കാണാൻ പറ്റും. ആ ശാപത്താൽ എന്ന വിധം തൻ്റെ ഭാര്യയെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ട് ആ ദുഃഖത്തിൽ നിന്നും നീന്തിക്കടക്കാൻ തൻ്റെ ജീവിതത്തെ മാറ്റി എഴുതിയ ഭാസ്കരൻ മാഷ് ആ പരിവർത്തനത്തിൻ്റെ ബാക്കി പത്രം എന്ന കണക്ക് എത്തിയതാണ് ഇക്രൂരനിൽ നിന്ന് നമ്മൾ തൊട്ടു മുമ്പേ കഥയിൽ ആദ്യം പറഞ്ഞ തൂവള്ള ഭാസ്കരനിലേക്കുള്ള ചേക്കറ്. പത്രത്തോളം ആളുകളൊക്കെ തന്നെ അല്ലെങ്കിൽ കുട്ടികൾക്കിടയിലൊക്കെ തന്നെ മോശം ഒരു ഇമേജ് ഉണ്ടായിരുന്ന ഒരാളൊക്കെ തന്നെ ആയിരുന്നു ഭാസ്കരൻ മാഷ്. അതിന്നൊക്കെ പല കാരണത്താലാണ് അദ്ദേഹം പിന്നീട് അദ്ദേഹം നല്ലൊരു മനുഷ്യനായിട്ട് മാറ്റം സംഭവിച്ചത്, അതായത് തൂവള്ള ഭാസ്കരനിൽ എത്തിയത്. അവിടെ നിന്നാണ് പിന്നെയും തൻ്റെ ജീവിതത്തിൽ ആ ഗ്രാഫ് പിന്നെയും താഴോട്ട് ഇറങ്ങിപ്പോകേണ്ടി വന്നത്. പക്ഷേങ്കിലും എന്തുകൊണ്ടാണെന്നറിയില്ല, അതുകൊണ്ടൊക്കെ തന്നെ പലപ്പോഴും ഞാൻ എന്ന വായനക്കാരിക്ക് ഭാസ്കരൻ മാഷിനോട് വല്ലാത്തൊരു സഹതാപം മനസ്സിൽ തോന്നിയിട്ടുണ്ട്. ഈ കഥയിൽ നമ്മളിങ്ങനെ വായിച്ചിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഇനി അടുത്തത് എന്താവുമെന്ന് ഇങ്ങനെ ചിന്തിക്കുമ്പോൾ വിജയം ഭാസ്കരൻ മാഷിൻ്റെ സൈഡിലാവണേ എന്ന് പലപ്പോഴും ഞാൻ ആഗ്രഹിച്ചു പോയിട്ടുണ്ട്. അങ്ങനെ പിന്നീട് ഇവർ തമ്മിലുള്ള പ്രശ്നത്തിലേക്ക് നോക്കുമ്പോൾ ദിനം പ്രതി അത് വീണ്ടും മുറുകിക്കൊണ്ടിരിക്കുകയാണ്. ചന്ദനം സ്വന്തം വീട്ടിലാണെങ്കിലും നമുക്കറിയാം നമ്മുടെ നാട്ടിൽ അത് വീട്ടുകാർക്ക് മുറിക്കാനോ കടത്താനൊന്നും അവകാശമില്ല. എന്നാൽ ഇവിടെ ഭാസ്കരൻ മാഷ് അതിനു വേണ്ടി പ്രത്യേക കോർട്ട് ഓർഡർ ഒക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട്. തന്നെ പരിഹസിച്ച കാര്യങ്ങളും അതിന് മറുപടി എന്നോണം മരിക്കുന്ന സമയത്ത് ഈ ചന്ദന മരത്തിൽ ദഹിപ്പിക്കാനായി മരം മുറിക്കാനുള്ള അവകാശം അദ്ദേഹം നേടിയെടുത്തിട്ടുണ്ട്. തൻ്റെ ആവശ്യത്തിനായുള്ള കാര്യങ്ങൾക്കൊക്കെ തന്നെ ലൈസൻസ് ഉള്ള ഒരു തോക്കും അദ്ദേഹം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും ചന്ദനത്തിന് ഒരു കവചമായി ഭാസ്കരൻ മാഷ് നിലകൊള്ളുകയാണ്. അങ്ങനെ ഒരു ദിവസം തൻ്റെ വീട്ടിലെത്തിയ ഡബിൾ മോഹനനെ ചന്ദനം കടത്താൻ വന്നതാണെന്ന് തെറ്റിദ്ധരിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഭാസ്കരൻ മാഷ് വെടിവെക്കാണ്. അങ്ങനെ മോഹനൻ ഹോസ്പിറ്റലിലാവുന്നുണ്ട്. പിന്നീടുള്ള സംഭവങ്ങൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭാസ്കരൻ മാഷ് എപ്പോഴും ഈ ചന്ദന മരത്തിന് കാവൽ നിൽക്കുകയാണ്. തൻ്റെ ഈ തോക്കൊക്കെ പിടിച്ചിട്ട് കാവൽ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം ഭാസ്കരൻ മാഷിൻ്റെ മകനായിട്ടുള്ള അനി
പഴനിയിലോട്ട് പോകാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് മാറി നിൽക്കുകയാണ്. പക്ഷേ അതേ സമയം തന്നെ ഭാസ്കര മാഷിന് എന്താ ഒരു വയറ്റിന് സുഖമില്ലാതെ വയറിളക്കം ബാധിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അപ്പോൾ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. ഈ ഒരു അസുഖം ബാധിച്ചിട്ട് അദ്ദേഹം എന്താ ഈ കാവൽ നിൽക്കുന്ന ഈ ചന്ദന മരത്തിന് താഴെ അദ്ദേഹം എന്താ ഈ അസുഖം കൂടുതൽ മോശമായിട്ട് അദ്ദേഹം അവിടെ വീണ് കിടക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അദ്ദേഹത്തെ ആശുപത്രിയിലൊക്കെ കൊണ്ടുപോകുന്നത് ഈ ഡബിൾ മോഹനൻ തന്നെയാണ് കേട്ടോ. ഒടുവിൽ നമ്മൾ ഈ കഥയുടെ അവസാനത്തിലേക്ക് തിരിച്ചെത്തുമ്പോൾ ഭാസ്കര മാഷ് എന്താ അത്ര കാലം കാവൽ നിന്ന ചന്ദനമരം ആ മുറ്റത്ത് ഉണ്ടായിരുന്നില്ല. മറ്റുള്ളവരുടെ മുന്നിൽ ഒന്നുമല്ലാതായി പോയ ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കയറാനുള്ള പ്രതീക്ഷയായിരുന്നു ആ ചന്ദനമരം. അത് പിന്നീട് ഇല്ലാതായിരിക്കുന്നു. എന്നാൽ എന്താണ് സംഭവിച്ചതെന്ന് അന്വേഷിക്കാൻ ഇങ്ങനെ തയ്യാറായി അദ്ദേഹം. അപ്പോൾ അതായത് ആദ്യം അദ്ദേഹം വിചാരിച്ച് ഉറപ്പിച്ചു ഡബിൾ മോഹനാണ് ഈ ഒരു ചന്ദന മുറിച്ചു കൊണ്ടുപോയിട്ടുണ്ടാവുക, അതിന് വേണ്ടിയിട്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ അവൻ നടത്തിയിട്ടുണ്ടാവുക എന്നൊക്കെ അദ്ദേഹം ഉറപ്പിക്കുകയാണ്. പക്ഷെ ഇങ്ങനെ അന്വേഷിച്ചിട്ട് കഥയുടെ അവസാനം അദ്ദേഹം മനസ്സിലാക്കുകയാണ് ഈ ചന്ദനം കടത്തിക്കൊണ്ട് പോയത് ആ നാട്ടിലെ നമ്മൾ നേരത്തെ പറഞ്ഞ ചോലക്കര ചെമ്പകത്തിൻ്റെ മകളായിട്ടുള്ള, അതായത് ഡബിൾ മോഹനന്റെ പ്രണയിനി കൂടി ആയിട്ടുള്ള ചൈതന്യമാണെന്ന് അദ്ദേഹം അറിയണം. അവളോടുള്ള സംഭാഷണത്തിൽ അവളത് പറയുകയും അവളുടെ വീടിന്റെ കക്കൂസിന്റെ തീട്ടക്കുഴിയിൽ അവളത് നിക്ഷേപിച്ചു എന്ന് പറയാണ്. പക്ഷെ അത് പറയുമ്പോൾ തന്നെ അവരുടെ സംഭാഷണത്തിന്റെ ഇടയ്ക്ക് ചൈതന്യം പറയുന്ന ഒരു കാര്യമുണ്ട്, അവൾക്ക് അതിന് തക്കതായ കാരണമുണ്ടെന്ന് പറയുന്നുണ്ട്. അതിങ്ങനെയാണ് പറയുന്നത്: പക്ഷെ ഞാൻ കടിച്ചു പിടിച്ചു നിന്നു. അത് ഇവർ തമ്മിലുള്ള സംഭാഷണത്തിനിടയ്ക്ക് പിന്നീട് പല കാര്യങ്ങളും പറഞ്ഞിട്ട് അവളിങ്ങനെ പറയാണ്, മറയൂരെ ശർക്കരയുടെ മാതിരി. സാറിന് അറിയാലോ, നമ്മുടെ മറയൂരെ ശർക്കര ഇമ്മിണി ചൂട് തട്ടിയെന്നും വെച്ച് ഉരുകി ഒലിക്കുകയില്ല, ചൈതന്യം ഉരുകി ഒലിക്കുകയില്ല. പക്ഷെ എന്ത് പ്രയോജനം? മോഹനം ഉരുകി ഒലിച്ച എല്ലാം തീർന്നില്ലേ സാറേ? അവനങ്ങ് ബുദ്ധനായാ പിന്നെ എനിക്ക് എന്തോന്ന് നിലനിൽപ്പ് സാറേ? മോഹനന്റെ ചൊണ കുറഞ്ഞെന്ന് തോന്നിയ പിന്നെ ചൈതന്യം ചോലക്കല ചെമ്പകത്തിന്റെ മോള് മാത്ര. ചോലക്കല ചെമ്പകത്തിന്റെ വീട്ടിൽ പണ്ട് പലവനും കയറി ഞരങ്ങിയത് ആവർത്തിക്കുകയല്ലേ പറ്റുകയില്ല. അങ്ങനെ ചുമ്മാതെങ്ങ് മാനസാന്തരം വരേണ്ട ഉരുപ്പടി ഒന്നുമല്ല മനുഷ്യർ. ബുദ്ധൻ രാജാവല്ലായിരുന്നോ? അയാൾക്കാകും നമ്മൾ കഷ്ടപ്പെട്ട് പടവെട്ടിയാ സാറേ മുന്നോട്ട് പോകുന്നത്. ഇങ്ങനെ അവളുടെ ഒരു സംഭാഷണത്തിലാണ് കഥ ഇങ്ങനെ അവസാനിക്കുന്നത്. അങ്ങനെ അങ്ങേയറ്റം വിദ്വേഷങ്ങൾക്കും സംഘർഷങ്ങൾക്കും അവസാനം വിലായത്ത് ബുദ്ധ ചോലക്കര ചെമ്പകത്തിന്റെ തീട്ടക്കുഴിയിൽ അവസാനിക്കുകയാണ്. ഇങ്ങനെയാണ് കഥയിലെ അവസാന ഭാഗം. അങ്ങനെ മറയൂർ എന്ന ഗ്രാമവും അവിടുത്തെ ഓരോ കഥാപാത്രങ്ങളും ലളിതമായി ഈ നോവലിൽ പറഞ്ഞു പോകുന്നുണ്ട്. ഒപ്പം കാലികമായ ഒരു വായനയെ, ആഴത്തുള്ള ഒരു വായനയെ പ്രദാനം ചെയ്യുന്ന നോവൽ കൂടിയാണിത്. ജാതിയുടെയും മതത്തിൻ്റെയും ഭൂമിയുടെയും തുടങ്ങി എല്ലാത്തരത്തിലും ഉപ്പു തൊട്ട് കർപ്പൂരം വരെ എന്തിനും ഏതിനും പ്രശ്നമാകുന്ന ഈ ലോകത്ത് മനുഷ്യജീവിതത്തിൻ്റെ ലാളിത്യത്തെ, പരസ്പരമുള്ള മനസ്സിലാക്കലുകളെ ശരിയായ അർത്ഥത്തിലേക്ക് ഈ നോവൽ ചെന്നെത്തുന്നുണ്ട്. എല്ലാവരും ഒരിക്കലെങ്കിലും വായിക്കേണ്ട, ഒറ്റയിരുപ്പിന് വായിച്ചു തീർക്കാനാവുന്ന, നമ്മുടെ ഏതൊരു സുഹൃത്തിനും സജസ്റ്റ് ചെയ്യാനാവുന്ന ഒരു പുസ്തകം കൂടിയാണ് വിലായത്ത് ബുദ്ധ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. നന്ദി. നന്ദി ലൈന. ഇനി അഭിപ്രായങ്ങളും അനുഭവങ്ങളും പങ്കുവെക്കേണ്ട സമയമാണ്. ഹലോ ലൈന. തിരക്ക് പിടിച്ചൊരു സമയത്തും ഇത്രയും മനോഹരമായിട്ട് അത് അവതരിപ്പിച്ചു. സാർ ഇടയിൽ വന്നു, ഒരു ഭാഗ്യം. ഒരുപാട് സന്തോഷം.
നിങ്ങളുടെ പാക്കിങ്ങിന്റെ ഒക്കെ ഇടയിൽ ഇത്രയും തിരക്ക് പിടിച്ചൊരു സമയത്തും വളരെ കൂളായിട്ട് ഇത് അവതരിപ്പിക്കാൻ കാണിച്ചൊരു മനസ്സിന്. സാറേ, അജീഷ് സാർ 2 വാക്ക് പറയാമോ? ആ ഞാൻ നമ്മുടെ ഈ പരിപാടി നന്നായി നടന്നു പോകുന്നു. അത് വലിയ സന്തോഷം. എന്തായാലും മാഷാണത് അല്ലേ? നമ്മുടെ ഈ പുസ്തകം എന്ന് പറഞ്ഞാല് ഒരുപക്ഷെ ഈ സ്ഥലത്തെ ഇത്രമേൽ അടയാളപ്പെടുത്തുന്ന മറ്റൊരു പുസ്തകമില്ല. നമ്മള് ദേശം എന്ന് പറയുന്ന ഒന്ന് വളരെ കൃത്യമായിട്ട് ഒരുപക്ഷെ ഈ ഗവേഷണമൊക്കെ ചെയ്യുവാണെങ്കിൽ ദേശത്തെ ഇത്രമേൽ വരച്ചു വെക്കുന്ന ഒന്നില്ല. ഇപ്പൊ ഈ ഇടുക്കിയിലെ ഒരു പ്രത്യേകതയാണത്. അതായത് ഒരു മലയെ ചുറ്റിയുള്ള ഒരു റോഡൊക്കെ, അപ്പൊ അതിന്റെ ആ ഒരു കാഴ്ചയൊക്കെ ഒന്ന് വയനാട് ഇടുക്കി പോലെ ആണെങ്കിലും വയനാട് ചുരം കഴിഞ്ഞാൽ വയനാട് നിരപ്പാണ്. പക്ഷെ ഈ ഈ നോവലിന്റെ ഒരു ഭാഷയിലൊക്കെ അത് കൃത്യമായിട്ട് അവിടെ നിന്നിട്ട് പറയുന്ന രീതിയിൽ നമ്മുടെ ഹീര ടീച്ചർ സൂചിപ്പിച്ചു. ഇതിനകത്ത് ഈ ഒരു സിനിമാറ്റിക് ആയ ഒരു ഭാഷ, ചലച്ചിത്രപരമായ ഭാഷ അതിങ്ങനെ കൊണ്ടുവരുമ്പം നമ്മൾ ആ മറയൂരിന്റെ നമുക്ക് പരിചയമുള്ള ഒരു സ്ഥലത്ത് നിൽക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും. പിന്നെ കഥ വളരെ സ്മൂത്ത് ആയിട്ട് പോവുകയാണ്. അപ്പൊ ആ എല്ലായിടത്തും ആ ദേശം കൃത്യമായിട്ട് കൊണ്ടുവന്ന് നിർത്തിയിട്ടാണ് അദ്ദേഹം അപ്പൊ നോവലിനെ കണക്ട് ചെയ്യുന്നതും അങ്ങനെയാണ്. അപ്പം ഒരുപക്ഷെ ആ ചന്ദ്രൻ നിൽക്കുന്ന ആ സ്ഥലത്തിനെ കേന്ദ്രീകരിച്ചുള്ള ഒരു ഒന്നുകൂടി കേരളത്തിൽ മറ്റൊരു സ്ഥലത്തും എനിക്ക് തോന്നുന്നില്ല ചന്ദനം ഇല്ല. അപ്പം അതിന്റെ ഒരു സാധ്യത കൂടി ഉപയോഗിച്ചുകൊണ്ടാണ് നോവല് മുന്നോട്ട് പോകുന്നത്. എന്നാൽ നോവലിന്റെ ഉദ്ദേശം ഈ ഇടുക്കിയെ കുറിച്ച് പറയുകയോ ചന്ദനത്തെ കുറിച്ച് പറയുകയൊന്നുമല്ല. പകരം അവിടെ ഒരു ഇപ്പൊ ഏതൊരാണിന്റെ പിന്നിൽ ഒരു പെണ്ണുണ്ട് എന്ന് പറയുന്നത് പോലെ ഇവിടെ ഒരു 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 സ്ത്രീയുടെ ഒരു വില്ലൻ വേഷം കൃത്യമായി കടന്നു വരിക. അത് അതൊരു 3/4 ഭാഗത്തോളം അല്ലെങ്കിൽ ഒരു 90% നമ്മൾ പ്രതീക്ഷിക്കാതെ ഇപ്പൊ ഇത് ചന്ദ്രൻ നഷ്ടപ്പെട്ടു പോകുമ്പോഴും അത് ഈ ഡബിൾ മോഹന്റെ ഒരു തന്ത്രമായിട്ടാണ് നമ്മുടെ മാഷെ പോലെ നമ്മളും മനസ്സിലാക്കുന്നുള്ളൂ. പക്ഷെ അവിടെ ആ ഒരു സ്ത്രീ കഥാപാത്രത്തെ ഒളിച്ചു വെച്ചുകൊണ്ട് എന്നാൽ കൃത്യമായ ഇത് അവരിത് ചെയ്തു കഴിഞ്ഞ സമയത്ത് അവരിത് ചെയ്യില്ല എന്ന് നമുക്ക് തോന്നുന്നുമില്ല. അപ്പൊ അതിന്റെ ആ ഒരു സാധ്യതകളെല്ലാം ഇതിനകത്ത് ഒരുക്കി വെച്ചിട്ടുമുണ്ട്. അതുകൊണ്ടാണ് ഹീര ടീച്ചർ പറഞ്ഞത് ഒരു സിനിമാറ്റിക്കാന്നുള്ളത്. അപ്പൊ നോവലില് അങ്ങനെ മുഴച്ചു നിന്നാൽ പോലും സിനിമയിൽ അങ്ങനെ മുഴച്ചു നിൽക്കാൻ ഒരു സാധ്യതയില്ല. കാരണം എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം വേണം, ഇല്ലെങ്കിൽ സിനിമ വിജയിക്കില്ലല്ലോ. ആ രീതിയിലാണ് പോകുന്നത്. മറ്റൊരു കാര്യം, ഈ അധ്യാപകൻ എന്ന ഒന്ന് നമ്മുടെ ടീച്ചിങ് ഇതിനകത്ത് വിമർശനമായി വരുന്നുണ്ട്. കാരണം ആ മാഷാണ് അങ്ങനെ ഒരു കള്ളനെ ഉണ്ടാക്കിയത് എന്ന് പറയുന്ന ഒന്ന്. അപ്പൊ ഇതിന്റെ ബേസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ തന്നെയാണ്. അപ്പൊ ഈ 3 രീതിയിലും അപ്പൊ ഇന്നത്തെ വിദ്യാഭ്യാസത്തെ ശക്തമായി വിമർശിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു കള്ളനെ സൃഷ്ടിക്കുന്ന ഒന്ന്, ഒരു മാഷിന് ഇത്തരത്തിലുള്ള ഗതികേടൊക്കെ വരുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് അത് ലക്ഷ്യം വെക്കുന്നത്, അതായത് ഈ നോവൽ ലക്ഷ്യം വെക്കുന്നത് ഇന്നത്തെ വിദ്യാഭ്യാസത്തെ കൂടിയാണ്. അതിനെ വിമർശനാത്മകമായി കാണുന്ന രീതിയിലാണ് അദ്ദേഹം അത് എഴുതിയിരിക്കുന്നത്. ഈ 3 കാര്യങ്ങളാണ്. ഒന്ന് അതിൽ ദേശം, മറ്റത് അതിനകത്ത് ഈ ഒരു സ്ത്രീ പ്രാതിനിധ്യത്തെ എങ്ങനെയാണ് കൊണ്ടുവരുന്നത് നമുക്ക് അവിശ്വസനീയമായ രീതിയിൽ, എന്നാൽ വിശ്വസനീയമായ രീതിയിലും കൂടി അദ്ദേഹം അത് കൊണ്ടുവന്നിരിക്കുകയാണ്. നല്ല കൈയടക്കത്തോടു കൂടി എഴുതിയ ഒരു നോവൽ, ഒരു വലിയ കഥ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചല്ലോ എഡിറ്റിംഗ് എന്നുള്ളത്. നന്നായി എഡിറ്റ് ചെയ്തിട്ടാണ് അത് മുന്നോട്ട് പോയിരിക്കുന്നത്. ആ നോവലിലെ ഒരു വാക്ക് പോലും നമുക്കെടുത്ത് കളയാനൊന്നുമില്ല. അതിൻ്റെതായ ധർമ്മം നിർവഹിച്ചുകൊണ്ടാണ് ആ വാക്ക് നിൽക്കുന്നത്. വേണ്ടാത്തതൊന്നുമില്ലാതെ ചന്ദ്രത്തിന്റെ പറയുന്ന തായ്തടി മാത്രം നിർത്തിക്കൊണ്ടുള്ള ഒരു നോവലാണത്. അത് വളരെ മനോഹരമായ ഒന്ന് തന്നെയാണ്. അത് തെരഞ്ഞെടുത്തു, ആ കുട്ടി അത് മനോഹരമായിട്ട് അത് അവതരിപ്പിച്ചതെന്ന് വെച്ചാൽ നന്നായി ആസ്വദിച്ചിട്ടാണ് അത് അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് അതിനോടൊരു ആത്മാർത്ഥതയും ഉണ്ട്.
നമുക്കത് മാതൃകയാക്കാം. ഓക്കെ, താങ്ക് യു. നമ്മുടെ കുട്ടികള് നാളെ കമ്മ്യൂണിറ്റി ലിവിങ് ക്യാമ്പാണേ. അപ്പൊ അതിന്റെ ഒരു തിരക്കിലാണ്. അതിന്റെ ഇടയിൽ ഇത്രയും മനോഹരമായിട്ട് അവതരിപ്പിച്ചു. അതിന് ലേനയ്ക്ക് നമുക്ക് എല്ലാവർക്കും ഒരു വലിയ കയ്യടി കൊടുക്കാം. മാത്രല്ല അതിന്റെ സ്വാഗതവും മോഡറേറ്ററും നന്ദിയൊക്കെ മൂപ്പരുടെ കൂട്ടുകാരായിട്ടുള്ളവരാണ്. അപ്പൊ അവര് ഒന്ന് പെട്ടെന്ന് ഇതിന്ന് ഒഴിയാണ്. അപ്പോ നമ്മള് പരിപാടി അങ്ങനെ ഫങ്ഷണലായിട്ട് നിർത്തുന്നെങ്കിലും ബാക്കിയുള്ളവർക്ക് ഇതിൽ തുടരാം. അപ്പോൾ നേഹ ഇതിന്റെ വൈൻഡപ്പ് ചെയ്യാനുള്ളത് നോക്കിക്കോ. പക്ഷെ ഞങ്ങൾ ഇതിലുണ്ടായിരിക്കും. നിങ്ങൾക്ക് ക്യാമ്പിന്റെ കാര്യങ്ങൾ നോക്കണ്ടേ. എന്തായാലും വലിയൊരു ഗ്രേസ് ഉണ്ട് കേട്ടോ. അദ്ദേഹം വരുമെന്ന് ഞാനൊരു പ്രതീക്ഷ കരുതിയിരുന്നില്ല. ഓക്കെ. ഒരു സിനിമയായി പുറത്തിറങ്ങിയിട്ടും വായനയോട് അല്പം പോലും ഒരു അകൽച്ച തോന്നിക്കാതെ തെരഞ്ഞെടുത്ത ആ പുസ്തകം വായിക്കാൻ പ്രേരിപ്പിക്കുന്ന രീതിയിലൊരു മികച്ച അവതരണം തന്നെയായിരുന്നു ലൈന ഇന്ന് നടത്തിയത്. ലൈനയോട് പ്രത്യേകം നന്ദി പറയാണ്. മാഷെ, ഔദ്യോഗികമായിട്ടുള്ള നന്ദി അതെ അതെ, പറയാമോ അല്ലെ? നമ്മുടെ ഇന്ദുഗോപൻ സാറിനൊരു നേഹയുടെ വക ഒരു നന്ദിയും കൂടെ പറയൂ. മാഷി ഒന്ന് ഇന്ദുഗോപൻ സാറിനെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് തോന്നുന്നു. ഓക്കെ. അദ്ദേഹം 1974 ഏപ്രിൽ 19 കൊല്ലം ഇരവിപ്പുറം വാളത്തുങ്കലിൽ ജനിച്ചു. ദീർഘകാലം പത്രപ്രവർത്തകനായിരുന്നു. ശ്രദ്ധേയനായ ജീവചരിത്രകാരനാണ്. പത്മരാജൻ പുരസ്കാരം, PP ശിവകുമാർ കേളി അവാർഡ്, ഇടശ്ശേരി പുരസ്കാരം, KA കൊടുങ്ങല്ലൂർ അവാർഡ്, സംസ്ഥാന ടെലിവിഷൻ പുരസ്കാരം, കേരള സാഹിത്യ അക്കാദമി ഗീതാ ഹിരണ്യൻ പുരസ്കാരം, സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പുരസ്കാരം എന്നിങ്ങനെ ഒട്ടനവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഒറ്റക്കയ്യൻ എന്ന ചലച്ചിത്രം നിർമ്മിച്ച് സംവിധാനം ചെയ്തു. അതിന് 2007 മികച്ച 2 സ്റ്റേറ്റ് അവാർഡുകൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇതേ ചിത്രത്തിന് മികച്ച നവാഗത സംവിധായകനുള്ള JC ഫൗണ്ടേഷൻസ് അവാർഡും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തില് അദ്ദേഹത്തിന് നന്ദി രേഖപ്പെടുത്തുകയാണ്. പുസ്തകങ്ങൾ എന്ന് പറയുന്നത് എന്നും ഒരു ജീവിതം കൂടി ജീവിച്ചു തീർക്കാനുള്ള ഒരു അവസരം ഒരുക്കുകയാണ് ചെയ്യുന്നത്. മറ്റു കഥാപാത്രങ്ങളിലൂടെ നമ്മളെല്ലാവരെയും മറ്റൊരു ജീവിത യാത്രയിലേക്ക് നയിച്ചിട്ടുള്ള ഒരു മികച്ച രണ്ടാം വർഷ മലയാളം പുസ്തകത്തിനെ ലിഖിതയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. കേൾക്കണില്ലേ? കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം. നന്ദി പറയുക എന്നാണ് എന്റെ കർത്തവ്യം. SNMTCയുടെ ലിറ്റററി ക്ലബും ലൈബ്രറി റീഡേഴ്സ് ഫോറവും എല്ലാ വ്യാഴാഴ്ചയും നടത്തി വരുന്ന ഈ പരിപാടിക്ക് നമ്മുടെ പ്രചോദനമായി നമുക്ക് നിൽക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ സുസ്മിത ടീച്ചറോട് ആദ്യം തന്നെ നന്ദി പറയുന്നു. ഒത്തിരി തിരക്കുകൾക്കിടയിലും നമ്മളോടൊപ്പം ചേർന്ന മലയാള സാഹിത്യത്തിലെ പ്രിയപ്പെട്ട എഴുത്തുകാരനായ GR ഇന്ദുഗോപൻ സാറിനോട് അദ്ദേഹത്തിന്റെ അഭാവത്തിൽ പ്രത്യേകമായിട്ട് നന്ദി പറയാണ്. പിന്നെ ഈ പരിപാടിയുടെ കോർഡിനേറ്ററും പ്രിയപ്പെട്ട സുഹൃത്തും 2ാം വർഷ BEd മലയാളം വിദ്യാർത്ഥിയുമായ ഇന്നിവിടെ പുസ്തകം അവതരിപ്പിച്ച ലേന ടിക്ക് ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയാണ്. ഈ ക്യാമ്പിന്റെ തിരക്കുകൾക്കിടയിലും ഇതിനുവേണ്ടി സമയം കണ്ടെത്തി ഇത്രയും ഭംഗിയായിട്ട് പുസ്തകം അവതരിപ്പിച്ചതിന് പ്രത്യേകമായിട്ട് ലേന ടിയോട് നന്ദി പറയാണ്. അതുപോലെ സ്വാഗതം പറഞ്ഞ ആതിര മനോജിനോടും മോഡറേറ്ററായി നിന്ന നേഹ C കിഷോറിനോടും ലിങ്ക് അയച്ച ശ്രീദേവിയോടും ഒക്കെ നന്ദി പറയാണ്. ഇവിടെ ഒത്തുകൂടിയ ഓരോരുത്തരോടും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്താണ്. പിന്നെ നമ്മുടെ ടീച്ചർ കോർഡിനേറ്റേഴ്സ് ആയിട്ടുള്ള കൃഷ്ണകുമാർ മാഷിനോടും ഹീര ടീച്ചറോടൊക്കെ നന്ദി പറയാണ്. എല്ലാവരും ഒരിക്കൽ കൂടി സ്നേഹത്തിന്റെയും നന്ദിയുടെയും ഭാഷയിലൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി.